ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുടെ അടിപൊളി ഫോട്ടോസ് ഞാൻ കാണാറുണ്ട്. നല്ല അടിപൊളി കിണ്ണങ്കാച്ചി ഫോട്ടോഗ്രാഫേഴ്സ് നമുക്ക് വളർന്നു വരുന്നുണ്ട്. പോർട്രേറ്റ് മാത്രമല്ല, ആ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ലൈക്ക് നേരെ വെഡ്ഡിങ് എന്നുള്ളൊരു ആ ഒരു ട്രെൻഡ്, ആ ട്രെൻഡ് കുറേയൊക്കെ മാറുന്നുണ്ട്. കുറേ ആൾക്കാർ നല്ല ലാൻഡ്സ്കേപ്പ്, നല്ല വൈൽഡ് ലൈഫ്, നല്ല അടിപൊളി, ഈവൻ ഒരുപാട് പേര് ഇൻട്രസ്റ്റഡ് ഇൻ ആസ്ട്രോ ഫോട്ടോഗ്രാഫി. സോ ഹാപ്പി ടു ഹിയർ, സോ ഹാപ്പി ടു സീ. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കയറാം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ പറയുന്ന എല്ലാ കൂട്ടുകാർക്കും, ഫോട്ടോഗ്രാഫി തുടങ്ങുന്ന എല്ലാ കൂട്ടുകാർക്കും അങ്ങേയറ്റം ഉപകാരപ്പെടുന്ന ഒരു നമ്പർ 1 വീഡിയോ ആയിരിക്കും. റോ ഫോട്ടോ എഡിറ്റിംഗ് പ്രോസസ്സ്. 10 സ്റ്റെപ്പുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓരോ ടൂളും എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നു പറയുന്ന ഒരു വീഡിയോ അല്ല. എൻ്റെ ഒരു പ്രോസസ്സ്, ലൈക്ക് ഒരു റോ ഫോട്ടോ എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങളായിരിക്കും ഇന്ന സ്റ്റെപ്പുകളിലൂടെ ആയിരിക്കും ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത്. പക്ഷെ നിങ്ങളാരും അറിയാവുണ്ട, കാരണം ലൈറ്റ് റൂമിലെ ഓരോ ടൂളുകളും വളരെ ഡെപ്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ എല്ലാ ടൂൾസും കവർ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. സോ താല്പര്യമുള്ളവരൊക്കെ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഇത് കണ്ടിട്ട് അങ്ങോട്ട് പോകുമ്പം ഈ ടൂൾ എന്തിനാണെന്ന് വളരെ വൃത്തിയായിട്ട് മനസ്സിലാവും. സോ വിത്തൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. റോയും JPGയും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റോയും JPGയും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതൊരു പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളൊരു കമ്പാരിസൺ അല്ല. കാരണം റോ അത്രമാത്രം ഹൈ ക്വാളിറ്റി ഫയലാണ്, JPG ഒരു ഓക്കെ ഫയലാണ് എന്നുള്ള രീതി നിൽക്കവേ നമ്മൾ വളരെ ലോ ആയിട്ടുള്ളൊരു സാധനവും വളരെ ഹൈ ആയിട്ടുള്ളൊരു സാധനവും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്ത് ശരിയാവില്ല. പക്ഷേ എങ്കിലും വളരെ സിമ്പിളായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു റോ എന്ന് പറഞ്ഞാൽ ഒരു 14 അല്ലെങ്കിൽ 12 അല്ലെങ്കിൽ 14 ബിറ്റ് ഫയലാണ്. ഒരു JPG എന്ന് പറഞ്ഞാൽ 8 അല്ലെങ്കിൽ 10 ബിറ്റ് ഫയലാണ്. ദാറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ ദ കളർ ഡൈനാമിക് റേഞ്ച്. ബില്യൺസ് ഓഫ് കളേഴ്സിൻ്റെ ഇൻഫർമേഷനാണ് JPG മാത്രം എടുക്കുമ്പോൾ നമുക്ക് മിസ്സാവുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും റോ എടുക്കണം എന്നുള്ളൊരു കാര്യം മുമ്പേ അങ്ങ് പറഞ്ഞുകൊണ്ട് പരിപാടി നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു റോ ഫോട്ടോ എൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ ദ ഫസ്റ്റ് തിങ് ഐ ഡു ഈസ് ലെൻസ് കറക്ഷൻ. നമ്മുടെ ലൈറ്റ് റൂമിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ലെൻസ് പ്രൊഫൈൽ കറക്ഷൻ എന്ന് പറഞ്ഞാൽ. ഒരുപാട് ലെൻസുകൾ ഇതിന് സപ്പോർട്ടാണ്. എന്തുകൊണ്ടാണ് ഈ ലെൻസ് കറക്ഷൻ ആദ്യം തന്നെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെൻസ് കറക്ഷൻ നമ്മുടെ ഫോട്ടോയുടെ എക്സ്പോഷറിനെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്നുണ്ട്. ലെൻസിൽ ഉണ്ടാകുന്ന ചില വെനിയാറ്റിങ്, ചില ഡിസ്റ്റോർഷൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഇത് കറക്റ്റ് ചെയ്യുമ്പോൾ കോർണേഴ്സിലുള്ള എക്സ്പോഷർ വളരെ കാര്യമായിട്ട് മാറുന്നുണ്ട്. നിങ്ങൾ ഹിസ്റ്റോഗ്രാമിൻ്റെ ഡിഫറൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടെന്നുള്ള കാര്യം. നമ്മളെല്ലാം എഡിറ്റ് ചെയ്തതിൻ്റെ ഏറ്റവും അവസാനമാണ് ലെൻസ് കറക്ഷൻ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇടയ്ക്കാണ് ലെൻസ് കറക്ഷൻ ചെയ്യുന്നതെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എക്സ്പോഷർ, നമ്മുടെ മനസ്സിലുള്ള ഒരു കാൽക്കുലേഷൻ നമുക്ക് നഷ്ടപ്പെട്ടു. ഒരു അൺനെസറി എക്സ്പോഷർ ഇടയ്ക്ക് കയറി വരും. അപ്പോൾ ആദ്യമേ നമ്മൾ ലെൻസ് കറക്ഷൻ ചെയ്യും. രണ്ടാമത്തെ പോയിൻ്റാണ് ട്രാൻസ്ഫോം എന്നുള്ള കാര്യം. ട്രാൻസ്ഫോം ക്രോപ്പ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ട്രാൻസ്ഫോം. ലൈറ്റ് റൂമിലെ ഒരു സെക്ഷനാണ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ. ഒരുമാതിരിപ്പെട്ട എല്ലാ എഡിറ്റിംഗ് സെക്ഷനിലും എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളിലും ഈ ഒരു സാധനമുണ്ട്. ട്രാൻസ്ഫോം എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഫോട്ടോയിൽ നമ്മൾ ചിലപ്പോൾ ബിൽഡിങ്സ്, ഉദാഹരണം പറഞ്ഞാൽ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. നമ്മളൊരു 16 mm ലെൻസിൽ വെർട്ടിക്കലിൽ നമ്മളൊരു ഫോട്ടോ എടുത്തു. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ബിൽഡിങ് ഒരു കോണാകൃതിയിലേക്ക് പോകും. അതിനെയൊക്കെ ഫിക്സ് ചെയ്യാൻ ബിൽഡിങ്ങിലുള്ള ഡിസ്റ്റോർഷൻസ്, അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ സാധനത്തുള്ള ഡിസ്റ്റോർഷൻസ്, മരങ്ങളുടെ ചെരിവ്, ഇതൊക്കെ നമ്മുടെ ഫോട്ടോയിൽ കൃത്യമാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമുക്ക് ഈ ആ ഫോട്ടോയുടെ ലെവലുകൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ചെയ്യാം. ലൈറ്റ് റൂമിൻ്റെ അൽഗോരിതം വെച്ചത് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്ത് തരും. ഇനിയല്ല, നിങ്ങൾക്ക് മാനുവലി സ്ലൈഡ് ചെയ്യാം. ഇനി അതുമല്ല, നിങ്ങൾക്ക് ലൈൻ ഇട്ട് കൊടുത്തുകൊണ്ടും ട്രാൻസ്ഫോം ചെയ്യാം. ലെവലുകൾ കൃത്യമാക്കാൻ ഒക്കെ ശ്രദ്ധിക്കാൻ മറക്കണ്ട. ഇത് നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇതൊക്കെ ശരിയാക്കിയതിന് ശേഷമാണ് നമുക്ക് എഡിറ്റിങ്ങിലേക്കും ഗ്രേഡിങ്ങിലേക്കും ഒക്കെ കയറേണ്ടത്. അല്ല, ഏറ്റവും അവസാനം നമ്മൾ പല കാര്യങ്ങളും മാസ്കിങ്ങിലൊക്കെ ഇട്ടിട്ട് ഡോട്ട് ആൻഡ് ബേൺ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഭാഗം കഷ്ടപ്പെട്ട് പിന്നെ ഈ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ അത് ക്രോപ്പായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് ഈസ് ക്രോപ്പ്. എന്തുകൊണ്ടാണ് ക്രോപ്പ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയി മാറുക? നമ്മൾ എല്ലാവരും ഫോട്ടോ എടുക്കുമ്പം ഒരുപാട് പ്ലാൻ ചെയ്ത് തന്നെയാണ് ഫോട്ടോ എടുക്കുന്നത്. ഒരുപാട് ആലോചിച്ച് തന്നെയായിരിക്കും ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നത്. ഇത്രയും ചെയ്തിട്ട് പോലും ചിലപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ വരുമ്പം ഇത് കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആക്കിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് നമുക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ ഈ താഴെ കാണുന്ന ഈ ഭാഗം ഞാൻ അന്നേരം ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് തോന്നാറുണ്ട്. ഇവിടെ നമ്മൾ ക്രോപ്പ് ചെയ്ത് കളയുന്നത്. ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നമ്മൾ ക്രോപ്പ് ചെയ്ത് കളയാൻ പഠിക്കണം. എടുത്തു എന്നുള്ളതുകൊണ്ട് ഇടണമെന്ന് യാതൊരു നിർബന്ധമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിച്ചോളട്ടെ, നിങ്ങൾ പലതരം ആസ്പെക്ട് റേഷ്യോസ് ലൈറ്റ് റൂമിൽ കാണാം. 16:9, 16:10, 4:5 ഇങ്ങനെയുള്ള. ഇതൊന്നും നമ്മൾ ഒന്നാമതായി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും നമ്മൾ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി മുറിക്കാൻ നിൽക്കരുത്. ഫോട്ടോയ്ക്ക് വേണ്ടി മുറിക്കണം, നിങ്ങളുടെ കോമ്പോസിഷന് വേണ്ടി മുറിക്കണം. നിങ്ങൾ ആ ക്രോപ്പ് ടൂൾ എടുത്തിട്ട് കഴിയുമ്പോൾ നേരെ 4:5 വെർട്ടിക്കൽ ഇൻസ്റ്റാഗ്രാം ഇടുന്നതിന് മുമ്പേ ഒന്ന് നിർത്തിയിട്ട് നിങ്ങളുടെ ഉള്ള കലാകാരനോട് ചോദിക്കുക, ഈ ഫോട്ടോയ്ക്ക് ഈ ഒരു ആസ്പെക്ട് റേഷ്യോ കൃത്യമാണോ എന്നൊന്ന് ചോദിക്കുക.
അല്ല എങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യരുത്. ബോർഡറൊക്കെ ഇട്ടാൽ പോരെ, നമ്മൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് നല്ലതല്ലേ, നല്ലൊരു കലാമൂല്യമുള്ള ഒരു സാധനം ഉണ്ടാക്കുന്നത്. ഈ കോമ്പോസിഷനെ കുറിച്ച് പറയുമ്പോൾ പല തരത്തിലുള്ള കോമ്പോസിഷൻ ഗൈഡ് ലൈൻസ് ലൈറ്റ് റൂമിലുണ്ട് കേട്ടോ. ലൈക്ക് റൂൾ ഓഫ് തേർഡ്സ് ഉണ്ട്, ഡയഗണൽ ലൈൻസ് ഉണ്ട്, ഗോൾഡൻ റേഷ്യോ ഉണ്ട്. ഇങ്ങനെ നിങ്ങൾ ക്രോപ്പ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ലെറ്റർ O ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പല ഗൈഡ് ലൈൻസും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ സർക്കിൾ ചെയ്ത് വരുന്ന കാണാം. ഇങ്ങനെ 9, 7, 8, 9 സംഭവം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കി ഇതിനനുസരിച്ചൊരു കോമ്പോസിഷനിലേക്ക് ഫോട്ടോ എത്തിക്കുക. ഒരു കാര്യം ഒരിക്കലും മറക്കാണ്ടിരിക്കുക, ദ നമ്പർ 1 തിങ് ആൾക്കാർ നിങ്ങളുടെ ഫോട്ടോയിലേക്ക് നോക്കുന്നത് കോമ്പോസിഷനാണ്. അത് അവർ പോലും അറിയുന്നുണ്ടാവില്ല. ക്രോപ്പിൽ നമ്മൾ ഒരു കാര്യം എപ്പോഴും ഉറപ്പ് വരുത്തുക, നിങ്ങളുടെ ഹൊറൈസൺ സ്ട്രെയിറ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. അത് ക്രോപ്പ് ടൂളിലുണ്ട്, ഓട്ടോമാറ്റിക് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ലൈൻ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ അങ്ങേയറ്റത്തെ ഹൊറൈസൺ കൃത്യമാണ് അല്ലെങ്കിൽ ലെവലാണെന്ന് നോക്കുക. നിങ്ങളുടെ ആ ഒരു ഫോട്ടോയുടെ ചെരിവ് കൃത്യമാക്കിക്കൊള്ളണം, ഇല്ലെങ്കിൽ അത് വളരെ ബോറാണ്. അടുത്ത് നമ്മൾ ഫിക്സ് ആക്കാൻ പോകുന്ന വൈറ്റ് ബാലൻസ് ആണ്. വൈറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വൈറ്റിനെ ബാലൻസ് ആക്കുന്ന ഒരു സിമ്പിൾ പ്രൊസീജിയറാണ് വൈറ്റ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് നമുക്ക് പല പല സാധനങ്ങൾ ഉപയോഗിക്കാം. ഇത് ഒരു ഗ്രേ കാർഡാണ്, ഇതിനകത്തൊരു വൈറ്റ് കാർഡും ഉണ്ട്. സോ ഗ്രേ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ എക്സ്പോഷർ സെറ്റാക്കാൻ വേണ്ടിയുള്ളതാണ്. വൈറ്റ് ബാലൻസ് സെറ്റാക്കാനുള്ളതാണ് വൈറ്റ് കാർഡ്. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷനിൽ നിങ്ങൾ എല്ലാ സെറ്റിങ്സും സെറ്റാക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ട് ക്യാമറയ്ക്കുള്ളിൽ പോയിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് കസ്റ്റം വൈറ്റ് ബാലൻസ് സെലക്ട് ചെയ്യാൻ പറയാം. അത് ഒരു ഓപ്ഷനാണ്. ബട്ട് ഡോണ്ട് നീഡ് ദിസ് ആക്ച്വലി അൺലെസ് നിങ്ങൾ വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി, ഒരു പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്കിൻ ടോൺസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ കളർ ആവശ്യമാണ്. അങ്ങനെയുള്ള സമയത്ത് ഞാൻ എറിഞ്ഞു കളഞ്ഞ ഈ സാധനം വീണ്ടും കൊണ്ടുവന്നിട്ട് എടുത്തുപയോഗിക്കാം. അല്ലാത്തപ്പം വീണ്ടും കളഞ്ഞത് വൈറ്റ് ബാലൻസ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഉപയോഗിക്കാം. അത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസിൻ്റെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ആ ഒരു സമയത്ത് വൈറ്റിനെ ന്യൂട്രൽ ആക്കാൻ നോക്കി കഴിഞ്ഞാൽ കൂടുതൽ ബ്ലൂ കളറിലേക്ക് വരും. അത് ഓട്ടോമാറ്റിക് ഇട്ട് കൊടുത്താലും അതിൻ്റെ അകത്തൊരു വൈറ്റ് ആക്കാൻ നോക്കിയാലും, കാരണം നിങ്ങൾക്ക് അവിടെ വേണ്ടത് ഗോൾഡൻ കളറാണ്. ആ ഗോൾഡൻ ലൈറ്റിൻ്റെ കാസ്റ്റ്, ആ ഒരു ലൈറ്റിൻ്റെ വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് മേത്തേക്ക് അടിക്കുമ്പം നമ്മുടെ സ്കിൻ ടോണും ഉറപ്പായിട്ടും ഗോൾഡൻ ഓറഞ്ച് കളറിലേക്ക് വരും. അത് നമ്മൾ കൃത്യമാക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഗോൾഡൻ കളറിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെട്ടു പോകും. സോ പോർട്രേറ്റ് എടുക്കുമ്പോൾ അല്ലാതെ ബാക്കി എല്ലാ 100% സമയത്തും ഞാൻ എൻ്റെ വൈറ്റ് ബാലൻസ് എൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു കളർ ഗ്രേഡിംഗ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. കൂടുതൽ ഓറഞ്ച് വേണമെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുക, കൂടുതൽ കൂൾ ഡൗൺ ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കുക, കുറച്ച് ഗ്രീൻ കാസ്റ്റ് കൊണ്ടുവന്നെങ്കിൽ താഴെ നമ്മുടെ ടിൻ സ്ലൈഡർ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് നമ്മളുടെ ആ ഒരു ഒത്തിരി കുളമാക്കി കളയരുത്. ഒരു നാച്ചുറൽ ബാലൻസ് നിർത്തിക്കൊണ്ട് തന്നെ ക്രിയേറ്റീവായിട്ട് വൈറ്റ് ബാലൻസ് ഉപയോഗിക്കാൻ പഠിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു, കോമ്പോസിഷനൊക്കെ സെറ്റായി. ഇനിയാണ് നമ്മൾ ഫോട്ടോ പ്രോപ്പർലി എക്സ്പോസ്ഡ് ആണോ എന്ന് നോക്കുക. നോർമലി നമ്മൾ ഫോട്ടോ എടുക്കുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ എക്സ്പോഷർ ആക്കിയിട്ടായിരിക്കുമല്ലോ ഫോട്ടോ എടുക്കുന്നത്. എങ്കിലും നമ്മളുടെ റോ ഫോട്ടോ പൊതുവേ ഡള്ളായിരിക്കും, നമ്മുടെ ഹിസ്റ്റോഗ്രാം കുറച്ച് താന്നായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ചേർന്നായിരിക്കും ഇരിക്കുക. നമ്മളതിനൊന്ന് സ്ട്രെച്ച് ചെയ്യണം. വൈറ്റ്സിനെ അങ്ങേയറ്റത്തേക്കും ബ്ലാക്സിനെ ഇങ്ങേയറ്റത്തേക്കും ഷാഡോസിനെയും ഹൈലൈറ്റ്സിനെയും ഒക്കെ ഒന്ന് വലിച്ച് നീട്ടിക്കഴിയുമ്പോൾ ഫോട്ടോയ്ക്ക് ഒരു കോൺട്രാസ്റ്റ് വരും. എന്താ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതിനെ വലിച്ചു നീട്ടി ആ ഒരു വ്യത്യാസം, ഏറ്റവും ടോപ്പ് ഏറ്റവും ബോട്ടും തമ്മിലുള്ള വ്യത്യാസം വലിച്ചു നീട്ടുന്ന ഒരു പരിപാടിയാണ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമുക്ക് ഒരിക്കലും ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, കോൺട്രാസ്റ്റ് സ്ലൈഡർ മാത്രം മാറ്റിയിട്ട് കാര്യമില്ല. ചെക്ക് ഓൺ യുവർ ഹിസ്റ്റോഗ്രാം ഈസ് യുവർ ബെസ്റ്റ് ഫോട്ടോ എഡിറ്റിംഗ് ബഡി. നിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ. നിങ്ങൾക്ക് എത്ര ഉണ്ടെങ്കിലും എന്നാ വാങ്ങാത്തവരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹിസ്റ്റോഗ്രാം വൃത്തിക്ക് നോക്കാൻ അറിയത്തില്ല, അതിന് വൃത്തിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയത്തുണ്ടാവില്ല. അപ്പോൾ ഹിസ്റ്റോഗ്രാം നോക്കുക. നിങ്ങളുടെ ഹിസ്റ്റോഗ്രാം ഇപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, എങ്ങോട്ടാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത്, നിങ്ങളുടെ ഫോട്ടോയ്ക്കുള്ള മൂഡ് അനുസരിച്ച് ഹിസ്റ്റോഗ്രാം ഉപയോഗിക്കാൻ നിങ്ങൾ പഠിക്കണം. ഇനി ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്, ദ യഥാർത്ഥ കോൺട്രാസ്റ്റ്, ദ റിയൽ കോൺട്രാസ്റ്റ്. എന്താണ് ദ റിയൽ കോൺട്രാസ്റ്റ്? നമ്മൾ ഇത്രയൊക്കെ ചെയ്തെങ്കിലും നമ്മുടെ ഫോട്ടോയ്ക്ക് പഞ്ച് ഉണ്ടാവില്ല. ഒരു പക്ഷേ ഈ പഞ്ച് കൊണ്ടിരുന്നത് നമ്മുടെ കോൺട്രാസ്റ്റിലാണ്, അത് ആ സ്ലൈഡറിലല്ല. അത് നേരെ മറിച്ച് നമുക്ക് ടോൺ കേവിൽ ചെയ്യാൻ പറ്റും. എന്താണ് ടോൺ കേവിൻ്റെ ബെനിഫിറ്റ്? ടോൺ കേവ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പ്രിസൈസായിട്ട് എവിടം മുതൽ എവിടം വരെയുള്ള ഏരിയയാണ് ലിഫ്റ്റ് ചെയ്യേണ്ടത്, എവിടം മുതൽ എവിടം വരെയുള്ള ഏരിയയാണ് നമ്മൾ താത്തേണ്ടത്, എവിടെയാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഇങ്ങനെ പോയിൻ്റ് ഇട്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്ലാസിക് എസ് കേവ് ഇട്ട് കൊടുത്താൽ തന്നെ നിങ്ങളുടെ ഫോട്ടോയ്ക്ക് നല്ല ബ്യൂട്ടി വരും. ഇനി ഒരിച്ചിരി സിനിമാറ്റിക് ഫീഡ് വേണമെങ്കിൽ ആ ബ്ലാക്ക് പോയിന്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോയ്ക്ക് മറ്റൊരു ലുക്ക് വരും. സോ എക്സ്പോഷർ സെറ്റാക്കി ഫോട്ടോയ്ക്ക് ടോൺ കേവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കോൺട്രാസ്റ്റ് ഇട്ടു. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ടതാണ് നമ്മൾ കളേഴ്സ് എന്നുള്ള സെക്ഷനിലേക്ക്.
ഇത്രയും നേരവും നമ്മൾ ബേസിക് ആയിട്ടുള്ള എഡിറ്റിങ്ങിലായിരുന്നു. ഇനി നമ്മൾ കളേഴ്സിലേക്ക് കയറിയാണ്. ഇവിടെ 2 സെക്ഷൻ ഉണ്ട്, കളർ കറക്ഷനും കളർ ഗ്രേഡിങ്ങും. ഈ കളർ കറക്ഷൻ്റെ ഉള്ളിലുള്ളത് തന്നെയാണ് നമ്മളുടെ വൈറ്റ് ബാലൻസും നമ്മുടെ എക്സ്പോഷറും ഒക്കെ. അപ്പോൾ കളർ ഗ്രേഡിങ്ങിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു കാര്യം ചെയ്യാനുണ്ട്. ഇത് ഞാൻ സ്പെസിഫിക്കലി സംസാരിക്കുന്നത് ഒരു സബ്ജക്റ്റ് ഫോട്ടോഗ്രാഫറിനോടാണ്. അതായത് നമ്മൾ പ്രധാനമായിട്ട് ഒരു സബ്ജക്റ്റിനെ ഓറിയൻറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു പോർട്രേറ്റ് ആയിക്കോട്ടെ, ഒരു ലാൻഡ്സ്കേപ്പ് ആയിക്കോട്ടെ, അതായത് ലാൻഡ്സ്കേപ്പിൽ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. അപ്പം ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കലാണ് ഈ ഒരു പാർട്ടിൽ ഞാൻ ചെയ്യാറ്. അതായത് നിങ്ങളുടെ ഫോട്ടോയിൽ നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റിനെ എന്താ പറയുക, ഡിസ്ട്രാക്ട് ചെയ്ത് നിൽക്കുന്ന, അല്ലെ ഡിസ്ട്രാക്ട് ചെയ്യാൻ മാത്രം സ്ട്രോങ് ആയിട്ടുള്ളൊരു കളർ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ ഒരുപക്ഷെ എൻ്റെ ഒരു ഫോട്ടോ ആയിരിക്കും, അപ്പോൾ എന്നേക്കാൾ പവർഫുൾ ആയിട്ട് ഇവിടെ ഒരു കട്ട പച്ച ലൈറ്റ് വെച്ചെന്ന് വിചാരിച്ചു. നിങ്ങൾ എന്നെയാണോ ആദ്യം നോക്കാൻ പോവുക, പച്ച ലൈറ്റിലേക്കാണോ നോക്കാൻ പോകുക? ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പച്ച ലൈറ്റിലേക്കായിരിക്കും. എനിക്ക് ബാക്കിൽ 2 ലൈറ്റും കുറച്ചുകൂടെ ഡിമാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എനിക്കത് ഇഷ്ടപ്പെട്ടേനെ. പക്ഷേ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് ബ്രൈറ്റ്, ദ മോസ്റ്റ് പഞ്ചിങ് കളറിലേക്കാണ് നോക്കുക. നിങ്ങളുടെ സബ്ജക്റ്റിന് ആ ഒരു കളർ ഇല്ലെങ്കിൽ മറ്റേ കളർ നിങ്ങൾ ഡയൽ ഡൗൺ ചെയ്യണം. അതിന് നമുക്ക് ഉപയോഗിക്കേണ്ട സംഭവമാണ് HSL. അതിന് മാത്രമല്ല എല്ലാ കാര്യത്തിനും ഉപയോഗിക്കാം, പക്ഷേ എങ്കിൽ അതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് HSL. ആ പോയിൻ്റർ എടുക്കുക, ഏതാണ് കളർ നോക്കുക, ആ കളറെ കൊണ്ട് കുത്തുക, താത്തി നോക്കുക, സാച്ചുറേഷൻ കുറയ്ക്കുക, ലൂമിനൻസ് കുറയ്ക്കുക, അതിൻ്റെ ഹ്യൂ വേണമെങ്കിൽ ഒന്ന് മാറ്റി വേറൊരു ഹ്യൂവിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പം അതിൻ്റെ ആ ഒരു എർച്ച് നിൽക്കലും കുറയുമെങ്കിൽ ദാറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ യുവർ ഫോട്ടോ. അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളഞ്ഞു കഴിയുമ്പോൾ തന്നെ ഈ കളേഴ്സിനുള്ളിൽ വരുന്ന കാര്യമാണ് നമ്മൾ ഗ്രേഡ് ചെയ്യാൻ നമുക്ക് ഈ HSL ഉപയോഗിക്കാം. ഗ്രേഡ് ചെയ്യാൻ നമുക്ക് ടോൺ കർവ് ഉപയോഗിക്കാം, ഡെഫിനറ്റ്ലി ടോൺ കർവ് ഉപയോഗിക്കാം. ഗ്രേഡ് ചെയ്യാൻ നമുക്ക് കളർ കാലിബ്രേഷൻ ഉപയോഗിക്കാം. ഗ്രേഡ് ചെയ്യാൻ നമുക്ക് കളർ വീൽസ് ഉപയോഗിക്കാം. ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ചാനൽ തപ്പിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. സോ ഐദർ യു ക്യാൻ യൂസ് ഓൾ ടു ബ്രിങ് ഔട്ട് ദ മാക്സിമം പൊട്ടൻഷ്യൽ ഓഫ് യുവർ റോ ഫോട്ടോ, ഓർ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒന്നെങ്കിൽ HSL മാത്രം ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ കളർ വീൽസ് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ കാലിബ്രേഷൻ ഉപയോഗിച്ചാൽ മതി. അങ്ങനെ നമ്മൾ കളേഴ്സ് വെച്ചു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ്? അടുത്ത പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടേക്ക് എ ബ്രേക്കാണ്. നല്ലൊരു ബ്രേക്ക് എടുക്കുക. പറ്റുമെങ്കിൽ ഒരു 1-2 മണിക്കൂർ എടുക്കുക. കാരണം ഇത്രയും നേരം ഒരു ഫോട്ടോ റൂമിൽ 2-3 മണിക്കൂർ ചിലപ്പോൾ ഒരു പക്ഷേ ഇരിക്കുമായിരിക്കും, അല്ലേ? ചിലപ്പോൾ നമ്മളൊരു ഫോട്ടോ റൂമിൽ ദിവസങ്ങൾ ഇരുന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും നേരം ഇതിൻ്റെ മുമ്പിലൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ കളേഴ്സ്, നമ്മുടെ കണ്ണുകളൊക്കെ ഇതിനോട് ഭയങ്കരമായിട്ട് പൂർത്തിപ്പെട്ടു പോകും. ആൻഡ് നമുക്കൊന്നും മനസ്സിലാവില്ല. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവില്ല. സോ ടേക്ക് എ ബ്രേക്ക്. പുറത്തോടെ നടക്കുക, അല്ലെങ്കിൽ പിറ്റേ ദിവസം വരിക, അന്ന് വീണ്ടും ഇരിക്കുക. എന്നിട്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പരിപാടിയിലേക്ക് കയറുക. ഡോഡ്ജ് ആൻഡ് ബേൺ. എന്താണ് ഡോഡ്ജ് ആൻഡ് ബേൺ? പ്രകാശം കൂട്ടേണ്ട സ്ഥലത്ത് കൂട്ടുക, കുറയ്ക്കേണ്ട സ്ഥലത്ത് കുറയ്ക്കുക. ഇത് നമ്മുടെ ക്രിയേറ്റീവാണ്. ഇത്രയും നേരം 2Dയിലായിരുന്ന ഒരു ഫോട്ടോയ്ക്ക് നമുക്ക് 3D ലുക്ക് കൊടുക്കാം. ഉദാഹരണത്തിന് ഒരു മലയുണ്ട്. ശരിക്കും ആ മലയുടെ ഷേപ്പ് ഒരു V ആകൃതിയിൽ ഇങ്ങനെയാണ്, ഒരു ട്രയാങ്കിൾ ആകൃതിയിലാണ് എന്ന് വിചാരിക്കും. അപ്പം നമ്മളൊരു ഫോട്ടോയിൽ പലപ്പോഴും അധികം ഷാഡോയും ഷെയ്ഡും ഒന്നും കൃത്യമായിട്ട് വരുന്നില്ല എങ്കിൽ ഈ ഫോട്ടോ പരന്നിരിക്കും, അല്ലേ? പക്ഷെ നമുക്ക് ക്രിയേറ്റീവായിട്ട് ആ വെട്ടം അടിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് കുറച്ച് ഇരുട്ട് കൊടുക്കാം. വെട്ടം അടിക്കുന്ന ഭാഗത്ത് വേണേൽ കുറച്ച് വെട്ടം കൂട്ടി കൊടുക്കാം. ഈ വെട്ടം വരുന്ന ആ ഒരു പാത്വേക്ക് കുറച്ചുകൂടെ ഹെയ്സ് കൊടുക്കാം. വെട്ടം പതിക്കുന്ന ഭാഗത്ത് കുറച്ച് വെട്ടം കൂട്ടി ബാക്കിയുള്ള ഭാഗത്ത് കുറച്ച് വെട്ടം കുറയ്ക്കാം. നമ്മുടെ പ്രധാനപ്പെട്ട സബ്ജക്റ്റിൻ്റെ ബാക്കിലേക്കുള്ള ഏരിയയ്ക്ക് കുറച്ച് ഡാർക്ക്നെസ് കൊടുക്കാം. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. ഒരുപാട് ക്രിയേറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇത് ഒരു പോർട്രേറ്റ് ആണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് അടിക്കുന്ന ഈ വെട്ടത്തിൻ്റെ ഈ ഭാഗത്ത് കുറച്ച് കൂടുതലും ഇവിടുത്തെ കുറച്ച് ഷാഡോസ് ഒന്ന് കുറച്ചുകൂടെ ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കോൺട്രാസ്റ്റും കുറച്ച് ഡ്രാമയും കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ ഡോഡ്ജ് ആൻഡ് ബേണിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ നമുക്ക് ഫോട്ടോഷോപ്പിൽ വളരെ കാര്യമായിട്ട് ചെയ്യാം. ലൂമിനോസിറ്റി മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് ഇച്ചിരി അത് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് പാടായിരിക്കും. നമുക്ക് വളരെ സിമ്പിളായിട്ട് ലൈറ്റ് റൂമിലെ ബ്രഷ് ടൂളും റേഡിയൽ ഗ്രേഡിയൻറ്റും ലീനിയൽ ഗ്രേഡിയൻറ്റും ദ മോസ്റ്റ് പവർഫുൾ വൺ ദ റേഞ്ച് മാസ്ക് ആൻഡ് മറ്റേ കളർ മാസ്ക് എന്നുള്ള സംഭവങ്ങൾ, കളർ റേഞ്ച് മാസ്കും ലൂമിനോസിറ്റി റേഞ്ച് മാസ്കും അടിപൊളി ഇടി വെട്ടുന്നുണ്ട്. അപ്പം അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോനെ ദ നെക്സ്റ്റ് ലെവലിലേക്ക് പഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് പല അടിപൊളി ഫോട്ടോഗ്രാഫേഴ്സിനെയും ഫോട്ടോ കാണുമ്പോൾ നമ്മൾ വെച്ച് പോകുന്നതിൻ്റെ കാര്യം. അവർ കളേഴ്സിനെയും ഒപ്പം തന്നെ ഈ ഡോഡ്ജ് ആൻഡ് ബേൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഭയങ്കര സെറ്റപ്പായിട്ട് ചെയ്യും, ഭയങ്കര സെറ്റപ്പായിട്ട്. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്തോ, അതൊരു പുതിയ ഐഡിയ ആയിട്ടിരിക്കട്ടെ. ഇനിയാണ് ഡിസ്ട്രാക്ഷൻസ് റിമൂവ് ചെയ്യുക എന്നുള്ള വലിയൊരു സ്റ്റെപ്പ് എടുക്കുന്നത്. ഡിസ്ട്രാക്ഷൻ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോയുടെ മെയിൻ സബ്ജക്റ്റ് വഴി ബാക്കി എല്ലാത്തിനും എടുത്ത് എയുടെ ഹെൽപ്പോടെ മായ്ച്ച് കളയുക എന്നുള്ളതല്ല. എന്നിട്ട് വെട്ടിയെടുത്ത് വേറെ പറമ്പി കൊണ്ടുവെക്കുന്ന പരിപാടിയല്ല ഡിസ്ട്രാക്ഷൻ റിമൂവ് ചെയ്യുക എന്നുള്ളത്. നല്ലൊരു സീനറി എടുത്ത് ഒരു ചെറിയ മയിൽക്കുറ്റിയുണ്ട്, ദാറ്റ്സ് എ ഡിസ്ട്രാക്ഷൻ ഫോർ യുവർ കോമ്പോസിഷൻ എന്നാണെങ്കിൽ അത് എടുത്ത് കളയുക. അല്ലാണ്ട് ആ ഒരു സീനിനെ മുഴുവൻ നശിപ്പിച്ച് മാറ്റി അത് ഞാനൊരിക്കലും പേഴ്സണലി അതൊരു ഫോട്ടോഗ്രാഫി അല്ല, അതൊരു ഫോട്ടോ മാനിപ്പുലേഷൻ ആൻഡ് ഡിജിറ്റൽ ആർട്ട് എന്ന് ഞാൻ പറയും. ഈ ഡസ്റ്റൊക്കെ വേണം, സെൻസറിലെ ഡസ്റ്റ് സ്പോട്ടുകൾ റിമൂവ് ചെയ്യുക. അൺനെസസറി ആയിട്ടൊരു ക്ലൗഡ് കണ്ടു, അത് നമ്മുടെ കോമ്പോസിഷന് രസം ഉണ്ടാവില്ല, നമുക്ക് റിമൂവ് ചെയ്യാം. ഇപ്പം വെള്ളത്തിലുണ്ടായിരുന്ന ചില കുറ്റികൾ
പൊങ്ങി നിൽക്കുന്ന ചില കുറ്റികൾ, ഒരു എൻ്റയർ വാർഫും ഒന്നും മാറ്റിക്കളഞ്ഞെങ്കിൽ ചെറിയ കുറ്റികൾ അത് അവിടെ ഒരു അലക്കുലത്തായിട്ട് കിടക്കുകയാണ്, നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം, നോ വറീസ്. അതൊക്കെ ആണ് ഡിസ്ട്രാക്ഷൻസ് റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കയറുകയാണ്. ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് നത്തിങ് ബട്ട് നമ്മൾ ഷാർപ്പനിങ് എന്നുള്ള കാര്യം. അത് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യാനാണെങ്കിൽ അൺനെസസറി ആയിട്ട് ഒത്തിരി ഷാർപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അത് ഇൻസ്റ്റാഗ്രാമിൻ്റെ കംപ്രഷൻ കാരണം അത് വീണ്ടും നഷ്ടപ്പെടും. ഒരു നൈസായിട്ടുള്ള ഷാർപ്പനിങ് മതി. ഇൻസ്റ്റാഗ്രാമിൻ്റെ വേണ്ടിയുള്ള ഒരു സെറ്റിങ്സിനെ കുറിച്ച് വീഡിയോ ഞാൻ സൂൺ ചെയ്യാവുന്നതാണ്. അപ്പം അതിന് നിങ്ങൾ പ്രിൻറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഷാർപ്പനിൻ്റെ ആവശ്യമുണ്ട്. കാരണം പ്രിൻ്റ് എപ്പോഴും സോഫ്റ്റ് ആയിരിക്കും. സോ യു നീഡ് ടു ഡു ഓവർ ദ ബോർഡ്. സ്ക്രീനിൽ കാണുന്ന ഷാർപ്പ്നെസ് ഒരിക്കലും കിട്ടില്ല പ്രിൻറ്റിൽ. അപ്പോൾ നമുക്ക് കുറേ കൂടെ ചെയ്യേണ്ടി വരും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു ഷാർപ്പനിങ് ചെയ്യാം. ഇത്രയാണ് സ്റ്റെപ്പുകൾ. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഓർമ്മയുണ്ടല്ലോ. നമ്മൾ 10 സ്റ്റെപ്പുകളാണ് നമ്മൾ പറഞ്ഞത്. 10 സ്റ്റെപ്പുകൾ. ഈ 10 സ്റ്റെപ്പുകൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കി എനിക്ക് 1-2 പ്രാവശ്യം നിങ്ങളുടെ ഫോട്ടോസിന് നല്ലൊരു വ്യത്യാസം വരുമെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചേരെ. കുറച്ച് തിരക്കുള്ളതുകൊണ്ട് പലപ്പോഴും 1-2 ദിവസത്തെ ഗ്യാപ്പൊക്കെ റിപ്ലൈക്ക് വന്നേക്കും. ബട്ട് 99% ഞാൻ പറഞ്ഞേക്കാം, ഞാൻ റിപ്ലൈ തരും. അപ്പം മറ്റൊരു ദിവസം കാണാം. ബൈ, ടേക്ക് കെയർ, പീസ്.